അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയുടെ ഔട്ടറിലാണ് കേട്ടോ. ഊട്ടിയിൽ നമ്മൾ ടൗണിൽ നിന്നൊക്കെ വിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓൺ ദ വേയിൽ കണ്ടതാണ് കേട്ടോ, ഒരു ചോക്ലേറ്റ് മ്യൂസിയം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. എന്നാൽ പിന്നെ ഇവിടെ നിർത്തിയിട്ട് പിന്നെ ഇതൊന്ന് കണ്ടുകളയാം. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അകത്ത് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അകത്ത് വീഡിയോ എടുക്കാമെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് അകത്ത് കയറിയിട്ട് എന്താണ് അവിടുത്തെ കാഴ്ചകൾ നോക്കാം. അല്ലേ ശ്രീ? ഈ ടൗണിൽ നിന്നൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പുറത്തേക്ക് വന്നു, ഹൈവേയിലേക്ക് കയറി. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ്. നമുക്കൊന്ന് കണ്ടുകളയാം. ഇതിൻ്റെ പുറത്തൊക്കെ ഉണ്ടോ ചോക്ലേറ്റിന് അതേ രീതിയിലാണ് ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ. മൊത്തം ചോക്ലേറ്റ് കളറാണ് എവിടെ തിരിഞ്ഞ് നോക്കിയാൽ, ഇതല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി കേട്ടോ, MN ചോക്ലേറ്റ് മ്യൂസിയം. നമുക്ക് അകത്തേക്ക് നോക്കിയാൽ നിലമൊക്കെ ഫുള്ള് മരമാണ് കേട്ടോ, കാല് വിട്ടു. ഇവിടെ സെയിൽസും ഉണ്ടേ. ഇതൊരു ഷോപ്പാണ് സംഭവം. അതിൻ്റെ പേര് ചോക്ലേറ്റ് മ്യൂസിയം നിൽക്കുന്നേ ഉള്ളൂ. ചോക്ലേറ്റിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? എഗ്ഗും അങ്ങനത്തെ എഗ് ബൈറ്റ് ഒന്നും അപ്പോൾ ഇത് എന്താ തീരത്തിൽ ഡിപ്പ് ചെയ്ത് തരാണോ? ഓ അതില്ല അതല്ലേ ആണോ? ആ ഒന്ന് അതിൻ്റെ പരിപാടി. ഇത് വേഫേഴ്സ് ചോക്ലേറ്റിൽ മുക്കിത്തില്ല അല്ലേ? എങ്ങനെയുണ്ട്? ഹലോ വെച്ചിട്ടപ്പോ ഒഴുക കേട്ടോ ചോക്ലേറ്റ്. പൊളി കേട്ടോ അല്ലേ? പൊളിയല്ലേ? പഴയകാല ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ് ഇതല്ലേ? ഓ ഇതിങ്ങനെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് തിരിക്കുമായിരിക്കും അല്ലേ? ഓക്കെ, പഴയ കാലത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ആളുകൾക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അല്ലേ? ഇതെന്തായിരിക്കും? ഓ ഓക്കെ, കൊക്കോ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇത് കൊക്കോൻ്റെ ബീൻസ്. ഇതൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലാക്കി വെച്ചിരിക്കും കേട്ടോ അവർ. പിന്നെ ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ഇതുപോലെ ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് അതുപോലെ മിൽക്ക് ഫ്ലേവർ. ഇതൊക്കെ പണ്ടത്തെ പാത്രങ്ങളല്ലേ ശ്രീ? ഇത് കണ്ടോ, കോക്കനട്ട് ഷുഗർ, പാം ഷുഗർ, കെയിൻ ഷുഗർ, മിൽക്ക് പൗഡർ, കോക്കോ ബട്ടർ. കോക്കോ ബട്ടർ എന്ന സ്വീസാണോ? കോക്കോ ബട്ടർ. ഓക്കെ, കോക്കോ ബട്ടറും ചോക്ലേറ്റും ചേർത്തില്ലേ? കോക്കോ പൗഡറും കൂടി ചേർത്തിട്ടില്ലേ? പിന്നെ കോക്കോ നിബ്സ്, പിന്നെ കോക്കോ ഹസ്ക്. പ്രോപ്പർ ചേച്ചി ഒന്ന് വിളിക്കാം, നമുക്ക് എന്താ സംഭവം ചോദിച്ചു നോക്കാം. ഞാൻ വിളിക്കാം, ഇതൊന്നും എടുത്തിട്ട് ഇഷ്ടം വിളിക്കാം നമുക്ക്. ഇത് നമ്മുടെ ത്രാസാട്ടോ, ത്രാസ്. ടു വെയ് 2 kilos, 2 കിലോ വരെ ഇതിനകത്ത് തൂക്കാൻ പറ്റും കേട്ടോ മാക്സിമം. പഴയ ത്രാസാണ്. പിന്നെ നമ്മുടെ കോക്കോ ബീൻസ് ഒക്കെ പൊടിക്കുന്ന മെഷീനാണ്. ഇതിലൂടെ ഇട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇതിനകത്തൂടെ ആയിരിക്കും അത് പ്രോസസ്സായിട്ട് താഴേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത്. ഇത് കൊക്കോ പൊടിക്കുകയോ അല്ലെങ്കിൽ കൊക്കോ വേർതിരിക്കും, കുരു എടുക്കുന്നതായിരിക്കും. അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പഴയ നമ്മുടെ മറ്റേ മില്ലില്ലേ, നാട്ടിലെ മില്ല്, അരിയൊക്കെ പിടിക്കുന്ന മില്ലിലെ മെഷീൻ പോലില്ലേ? പിന്നെ വലിയൊരു ഭരണി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ സൂക്ഷിക്കുന്നതായിരിക്കും കേട്ടോ, പഴയ കാലത്ത് സൂക്ഷിക്കുന്നതായിരിക്കും ഇതൊക്കെ. പഴയ നമ്മുടെ ഉരള്, ഇതൊക്കെ കൊക്കോ ഇടിച്ച് പൊടിക്കുന്നതായിരിക്കും അല്ലേ? പണ്ട്
പണ്ടത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ എന്താ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും എന്താന്നുള്ളത്. ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിയാണോന്ന് അറിയില്ല, നമുക്ക് ചോദിക്കാം. ഇതെനിക്ക് തോന്നുന്നു ഇത് സെഗ്രിഗേറ്റ് ചെയ്യുന്നിരിക്കും അല്ലേ? ഉണക്കുന്ന. ആ ഇത് മുഴുവൻ കൊക്കോ അല്ലേ? മുഴുവൻ കൊക്കോ ആണ്. ഇത് മുഴുവൻ ഇങ്ങനെ പല പല അല്ലേ പാത്രങ്ങളിലൊക്കെ വെച്ചിരിക്കുന്നത്. ലൈറ്റിലൂടെ നെല്ല് വീഴുന്നുണ്ടോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഐസൈറ്റ് ആൻഡ് ആക്റ്റീവ് ബ്രെയിൻ, ഇതൊക്കെ ചോക്ലേറ്റിന്റെ ബെനിഫിറ്റ് ആണ് പറയുന്നത്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹെഡ് ഏക്ക് കുറയ്ക്കും അത്രേ. വെയിറ്റ് ലൂസ് ചെയ്യാനും വെയിറ്റ് മാനേജ്മെന്റിന് വളരെയധികം സഹായിക്കുന്ന പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ചോക്ലേറ്റിന്റെ നല്ല ഗുണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഇതൊക്കെ കോക്കോ ബീൻസും ഇതൊക്കെ ചോക്ലേറ്റ് ആട്ടോ അതൊക്കെ. ഓക്കെ 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 ഓക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് കംപ്ലീറ്റ് ചോക്ലേറ്റാ? ഓക്കെ ഓക്കെ. ഇതെല്ലാം കംപ്ലീറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ ഇതൊക്കെ, ഈ പ്രതിമയൊക്കെ. അതിനുശേഷം എന്താ ഇതൊക്കെ കംപ്ലീറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന അത്ര. ബീൻസ് ഇതുണ്ടോ ചോക്ലേറ്റ് ആണ് മൊത്തം. ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഇതിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഹിസ്റ്ററിയും ഇവർ കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഇത് ഫുള്ള് ഇവർ സജ്ജീകരിച്ച് ചെയ്യുന്നത് കേട്ടോ. ചോക്ലേറ്റ് മ്യൂസിയത്തിനുള്ളിൽ കയറി കുറച്ച് കാഴ്ചകളേ ഉള്ളൂ അവിടെ. കാരണം ഈ മ്യൂസിയം വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്രസ്സാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പ് കാണിച്ചത്. നമ്മൾ ഒരു 5 കിലോമീറ്റർ ഇവിടുന്ന് 5 കിലോമീറ്റർ മുമ്പോട്ടല്ല, ഊട്ടി ടൗൺ ഭാഗത്തേക്കാണ് മാറിയിരിക്കുന്നത്. അതെ. അപ്പോൾ ഇപ്പോൾ ടൈമിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് ഞങ്ങളതിൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന അവർ പറഞ്ഞത്. വലിയ ഫാക്ടറിയാണ്, നമുക്ക് തന്നെ സ്വയം ചോക്ലേറ്റ് ഉണ്ടാക്കാനും അത് കഴിക്കാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ കിട്ടുന്ന പറഞ്ഞു അവിടെ. ഇനി അവസരത്തിലാവട്ടെ നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ തിരിച്ച് വന്നതേ ഉള്ളൂ. അതെ, ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും 5 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മടുത്തു. അതെ. അപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനുണ്ട് ഇനി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ. ബേസിക് ആയിട്ടുള്ള സെയിൽസ് ആണ് കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ പഴയ കാലത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മെഷീനുകളും ഈ കോക്കോ വേർതിരിക്കാനുള്ള മെഷീനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ.